രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് എൻ.ഡി.എ സ്ഥാനാർത്ഥിക്ക് ഉറപ്പിക്കാവുന്നത് ഒരേയൊരു വോട്ട് മാത്രം. ബി.ജെ.പി. എം.എൽ.എ. ഒ. രാജഗോപാലിന്റേതാണ് ആ വോട്ട്. നാളെ നിയമസഭാ മന്ദിരത്തിൽ നിന്നാണ് കേരളത്തിൽ നിന്നുള്ള എം.എൽ.എമാർ വോട്ട് ചെയ്യുക. 139 എം.എൽ.എമാർ, 20 ലോക്സഭാംഗങ്ങൾ, 9 രാജ്യസഭാംഗങ്ങൾ. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് വോട്ട് ചെയ്യുന്നവർ മൊത്തം 168 പേരാണ്. കേരളത്തിലെ ഒരു എം.എൽ.എയുടെ വോട്ടിന്റെ മൂല്യം 152. എം.എൽ.എമാരുടെ മൊത്തം വോട്ടിംഗ് മൂല്യം 21,128. LDF-ഉം UDF-ഉം UPA സ്ഥാനാർത്ഥി മീരാകുമാറിന് പിന്തുണ പ്രഖ്യാപിച്ചതിനാൽ കേരളത്തിൽ NDAക്ക് വലിയ പ്രതീക്ഷയില്ല. BJP MLA ഒ. രാജഗോപാലിന്റെ വോട്ട് മാത്രമാണ് NDA സ്ഥാനാർത്ഥി രാംനാഥ് കോവിന്ദിന് നിലവിൽ ഉറപ്പിക്കാനാവുന്നത്. വേങ്ങര മണ്ഡലത്തിൽ MLA ഇല്ലാത്തതിനാൽ UPAക്ക് ഉറപ്പിക്കാമായിരുന്ന ഒരു വോട്ടും നഷ്ടമാകും. തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് മാത്രമാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനാവുക. അതുകൊണ്ട് തന്നെ BJPയുടെ രാജ്യസഭാംഗമായ സുരേഷ് ഗോപിക്കും, ലോക്സഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി റിച്ചാർഡ് ഹേക്കും, നിയമസഭയിലെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ജോൺ ഫെർണാണ്ടസിനും വോട്ടില്ല. മൂവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരാണ്. JDU ദേശീയതലത്തിൽ കോവിന്ദിന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ JDU മീരാകുമാറിനാണ് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം സംസ്ഥാനത്തുനിന്ന് BJPക്ക് കൂടുതൽ വോട്ട് ലഭിക്കുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ അവകാശവാദം. കേരളത്തിലെ MLAമാർ നിയമസഭാ മന്ദിരത്തിലും MPമാർ പാർലമെന്റിലുമാണ് വോട്ട് ചെയ്യുക. നിയമസഭാ മന്ദിരത്തിൽ തയ്യാറാക്കുന്ന പ്രത്യേക ബൂത്തിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെയാണ് വോട്ടെടുപ്പ്. വോട്ടെടുപ്പ് കഴിഞ്ഞാലുടൻ ബാലറ്റ് പെട്ടി ഡൽഹിയിലേക്ക് അയക്കും. മീഡിയ 1, തിരുവനന്തപുരം.